പ്രിയപ്പെട്ട മക്കളെ എന്ന് ഞാൻ വിളിക്കട്ടെ. ഞാൻ വളരെ കാലം സർവീസിലിരുന്ന് പെൻഷനായ പഴയ ഒരു അധ്യാപികയാണ്. നിങ്ങൾ 8ഉം 9ഉം 10ഉം സ്റ്റാൻഡേർഡുകളിൽ ഫിസിക്സ് പഠിപ്പിച്ച ടീച്ചർ സരോജിനിയമ്മ ടീച്ചർ. ഇന്നത്തെ ആളുകൾക്കൊന്നും അറിയാൻ നിവൃത്തിയില്ല. എൻ്റെ ഈ കുട്ടികളെല്ലാം അന്നത്തെ എൻ്റെ കുട്ടികളെല്ലാം എൻ്റെ മക്കളുകളായിരുന്നു. എൻ്റെ മക്കളുടെ ഇപ്പോഴവർ വലുതായി ഏകദേശം പെൻഷനാവാറായവരും പെൻഷനായവരും കുടുംബങ്ങളും കുട്ടികളുമായിട്ടൊക്കെ കഴിയുന്ന നല്ല നിലയിൽ കഴിയുന്ന എൻ്റെ മക്കളുകളാണ് ഇന്ന് അവർ. അന്ന് ഞാൻ അവരെ പഠിപ്പിക്കുമ്പോൾ വളരെ വളരെ ചെറിയ കുട്ടികളും കുസൃതി കുടുക്കകളും കുഞ്ഞാമിത്തരങ്ങൾ കാണിക്കുന്നവരും എല്ലാം ആയിരുന്നു. അവരെല്ലാം ഇപ്പം നല്ല നല്ല നിലയിലെത്തി. എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളോട്, എനിക്ക് നിങ്ങളുടെ ഈ സംരംഭത്തിൽ നേരിട്ട് പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്, അതാണ് ഞാൻ വരാത്തത്. നിങ്ങളുടെ എല്ലാ അഭിവൃദ്ധിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരൻ എന്ന് പറഞ്ഞ ശക്തി നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് കിട്ടുന്ന ഗുരുദക്ഷിണ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് ഈ സ്നേഹവും ഈ ബഹുമാനവും നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ആദരവുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ധനം. അല്ലാതെ വലിയ ബാങ്ക് ബാലൻസോ നിങ്ങൾ കൊണ്ടുതരുന്ന വേറെ വല്ലതും അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ഈ സ്നേഹവും ബഹുമാനവും നിങ്ങളുടെ ഈ ആദരവും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളുടെ സ്ഥാനം, നിങ്ങളുടെ മക്കൾ, ഞാനൊരു അമ്മൂമ്മ ടീച്ചറാണ്. നിങ്ങൾക്ക് ഞാനൊരു ടീച്ചർ അമ്മയാണെങ്കിൽ അവർക്ക് ഞാനൊരു അമ്മൂമ്മ ടീച്ചറാണ്. നിങ്ങളുടെ കുടുംബത്തിന് എല്ലാ സൗഭാഗ്യവും, നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബം സന്തോഷവും സമാധാനവുമായിട്ട് കഴിയാനായിട്ട് ഈശ്വരൻ എന്നും അനുഗ്രഹിക്കട്ടെ. എനിക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. ഇപ്പം കണ്ടത് വലിയൊരു സന്തോഷം. ഇടയ്ക്ക് കാണാനൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അങ്ങ് മറന്നതുപോലെയാണ്. പെട്ടെന്ന് കണ്ടാലൊന്നും ആരെയും അറിയില്ല, അങ്ങനെ ആയി മാറിക്കഴിഞ്ഞു. അതിനത് നിങ്ങളെ കൊണ്ട് വരണമെന്ന് കേട്ടപ്പോഴേ അതൊരു വലിയ സന്തോഷം തന്നെ. ആകെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റങ്ങൾ വന്നു പോയി. വിദ്യാഭ്യാസത്തിൻ്റെ രീതി, ആളുകളുടെ അധ്യാപകരുടെ ഈ വിദ്യാർത്ഥി ബന്ധം ഒക്കെ മാറിയിരിക്കുകയാണ്. അപ്പോഴിങ്ങനെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഇത്രയും സന്തോഷത്തോടു കൂടി പഴയ ഒരു ഗുരുത്വത്തോടു കൂടി വന്നതൊരു വലിയ കാര്യമാണ്. അതൊരു മാതൃകയാണ്. ഇന്നത്തെ വിദ്യാർത്ഥികൾക്കൊരു വലിയ മാതൃക തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
നിങ്ങൾക്ക് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ ഉള്ള അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും കൂടിയാണ്. രക്ഷയില്ല. ഇന്ന് ഈ പറഞ്ഞതുപോലെ കുട്ടികളെ ശാസിക്കാനൊന്നും ഒക്കെയില്ല. പിന്നെ ഒരുപക്ഷെ ഇത് ജീവിത സാഹചര്യങ്ങൾ മാറിയത് കൊണ്ടാണോ എന്നും അറിഞ്ഞുകൂടാ. ഒട്ടും ഒരു കുട്ടിയോട് പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല, ആര് ഒരു കാര്യം പറയുന്നതായാൽ തന്നെ. പിന്നെ അവർ ഈ ഒരു ഫോണും ഒക്കെ ആയിട്ട് സമയം കളയുന്നതല്ലാതെ ആരിൽ നിന്നെങ്കിലും ഒരു പുതിയ കാര്യം മനസ്സിലാക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ മറ്റൊരാളിനെ നമുക്ക് പരിചയപ്പെട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ അവർ ആഗ്രഹിക്കുന്നില്ല. ക്ഷമ വളരെ കുറവാണ്. പെട്ടെന്ന് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. പിന്നെ കഠിനാധ്വാനം പഴയതുപോലെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ. പിന്നെ അന്ന് ഇതേപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ഈ വിവരങ്ങൾ കൈമാറി കിട്ടാൻ മാർഗങ്ങൾ വളരെ കുറവായിരുന്നു. ഇന്നവർക്ക് വിവരങ്ങൾ ധാരാളം കിട്ടുന്നുണ്ട്. അതുകൊണ്ടുമായിരിക്കാം അധ്യാപകരെയൊന്നും വലിയ താല്പര്യം കാണിക്കേണ്ടി വരുന്നില്ല. മറ്റെന്തെങ്കിലും അവരുടെ ഈ സ്കൂളിലെ അല്ലാത്ത കാര്യങ്ങൾക്ക് പോലും അവർ ചില അപേക്ഷ അയക്കേണ്ട കാര്യങ്ങൾക്ക് ഇതിനൊക്കെ വീട്ടിലുള്ളവരുടെ ചില കാര്യങ്ങൾക്ക് ഇതിനൊക്കെ നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്. ഏത് രീതിയിൽ വേണം ഒരു ഫാം പൂരിപ്പിച്ച് അയക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കും ഇതൊരു വലിയ തന്നെ മുഹൂർത്തം തന്നെ. എല്ലാവരെയും പിന്നെ പഴയ ആളുകളെ വിശേഷിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ നല്ല മനസ്സുതി ഉണ്ട് എന്നുള്ളത് തന്നെ ലോകത്തിൻ്റെ ഒരു നല്ല നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ്. തീർച്ചയായിട്ടും അത് മാതൃകയാക്കേണ്ടതാണ് കാര്യങ്ങൾ ആളുകൾ, തീർച്ചയായിട്ടും.